റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ബോക്സ് അല്ലെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി. അതുമല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ വേർമിസെല്ലി ഉപ്മാനെ പറയാം. ഹായ് കിച്ചൺ റെസിപ്പീസ് ആൻഡ് മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേർമിസെല്ലി ഉപ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലോട്ട് 1.5 കപ്പ് വേർമിസെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വേർമിസെല്ലി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സാധാരണ നമ്മൾ സേമിയ പായസത്തിന് ഉപയോഗിക്കുന്ന അതേ സംഭവം തന്നെയാണിത്. അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. എല്ലായിടത്തും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഇതേപോലെ വരണം. കരിഞ്ഞു പോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. അത് ഇളക്കി ഇങ്ങനെ ഇട്ടിട്ട് എവിടെയും പോകരുത്. അപ്പോൾ കരിഞ്ഞു പോകും, ഈവൺ ആയിട്ട് ബ്രൗൺ ആകില്ല. അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് അതിൽ തന്നെ ഇട്ട് വെക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. കാരണം ആ പാനിൻ്റെ അകത്ത് തന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അപ്പം തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഒരു പാനിലോട്ട് നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കാഷ്നട്ടായിരുന്നു ഏറ്റവും അത് നെയ്യിലിട്ടൊന്ന് വറുത്ത് കോരേണ്ടിയിരുന്നത്, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ ഇപ്പം തന്നെ ഒന്ന് കാഷ്നട്ട് ഇട്ട് പെട്ടെന്നൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഞാൻ ആ കാഷ്നട്ട് മാറ്റി വയ്ക്കുവാണ്. കാഷ്നട്ടിന് പകരം നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും കൂടെ ചേർക്കട്ടെ. അത് നമ്മൾ പീനട്ട്സ് വേണമെങ്കിൽ ഒരു 5-6 മണി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ നിറയെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മണി ചന ഡാളും 5-6 മണി ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രൈഡ് റെഡ് ചില്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ടൊരു ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു പച്ചമുളക്, ഒരു 7-8 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടി ഇട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ചുവന്നുള്ളിയുടെ ഒന്നും നിറം ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ഉപ്മാവാണല്ലോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു നുള്ള് അസഫെറ്റിഡയും ചേർക്കുവാണ്. ജസ്റ്റ് ഒരു നുള്ള് ഇട്ടാൽ മതി, ഒരുപാട് കൂടി പോരുത്. നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്, നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ കാണുമായിരിക്കും. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് ചേർക്കാം. അതുപോലെ തന്നെ ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ചേർക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എമൗണ്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിന്ന് കുറച്ച് എരിവ് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്തൊരു ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കുറച്ചെടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷം നമുക്കിതിലോട്ട് ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുവാണ്. 1.25 തന്നെ കഷ്ടി ആ ഒരു എമൗണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കും. കാരണം നമ്മൾ 1.5 കപ്പാണ് നമ്മൾ വേർമിസെല്ലി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല, സാധാരണ ടാപ്പ് വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനാക്കി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇത് തിളയ്ക്കാനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വേർമിസെല്ലി അത് ഇട്ട് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയം. അങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് അത് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് ആകും കേട്ടോ. നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. വേർമിസെല്ലി ഉപ്മ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കുക. ഇതിപ്പോൾ നല്ല കറക്റ്റ് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ചേർക്കാം. കപ്പലണ്ടിയാണ് വറുത്ത് വെച്ചിട്ടെങ്കിൽ അത് ചേർക്കാം.
പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.